റെജി ലൂക്കോസ്, ഇപ്പോൾ ഇതിൽ നീതി കിട്ടാൻ വേണ്ടി സർക്കാരിന്റെ ഇടപെടൽ, മുഖ്യമന്ത്രി എടുത്ത പ്രയത്നം, അതൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഈ CBIയുടെ വരവ് തടയുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം കൂടി അവിടെ കിടക്കുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അറിയാമല്ലോ, CBI പി ജയരാജന്റെ പേരിൽ ഉള്ള കേസ് CBIക്ക് കോടതി കൊടുത്തു. അദ്ദേഹത്തിനോട് കാണിച്ച ക്രൂരതകൾ എന്താണെന്നറിയാം. ഈ CBI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീതിപരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കത്തില്ല. അത് വെറുതെ സർക്കാരിനെ CPM-നെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കും. അത് തീർച്ചയായിട്ടും തടയണം. അത് തടയേണ്ടത് തന്നെയാണ്. അതല്ലാതെ കൊണ്ടുള്ള നല്ല അന്വേഷണ ഏജൻസികൾ നമുക്കുണ്ട്. അവരുടെ ലക്ഷ്യം CBI പോലുള്ള അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുതായ കാര്യം. അതിപ്പം രാഷ്ട്രീയ ശത്രു നാളെ നാളെ കോൺഗ്രസ് ഭരിച്ചാൽ ഇത് തന്നെയായിരിക്കും ആവർത്തിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. അത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. 1999 സെപ്റ്റംബർ 12 അപ്പൊ 2019 ക്ഷമിക്കണം. ഇപ്പൊ ഞാനീ പറയാൻ കാരണം ഇതൊന്നും ഈ കൊലപാതകത്തിനായിരിക്കും ചെയ്യാൻ പറയുന്നില്ല. അദ്ദേഹത്തിനോടുള്ള വിഷമവും വേദനയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വേദനകളും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കുന്നത്. കുറെ ആളുകളെ തള്ളി പറയാൻ തന്നെ ഞാനും ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തു തന്നെ. പക്ഷെ അതിന്റെ പേര് യാഥാർത്ഥ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മറച്ചു വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനല്ലേ ചർച്ചയുടെ തുടക്കത്തിൽ ഉന്മേഷം പറഞ്ഞത് ആ കൊലപാതകം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചങ്ക് തകർന്നൊരു കൊലപാതകം. 2 ചെറുപ്പക്കാര് നല്ല വിടുപിടുക്കന്മാരുടെ യുവാക്കളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയായി അവർ ജീവിതം തുടർന്നു. അങ്ങനെ ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നുണ്ട്, പക്ഷെ മറുഭാഗത്ത് ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM നേതാക്കൾക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് താങ്കൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് ക്രൂരതകളും ക്രൂശിക്കലും ഏറ്റെടുത്ത പാർട്ടിയാണ് CPM. നിരപരാധികളായി എത്രയോ പേര് ജയിലിട്ടുണ്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന അതിനെ എപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ? അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണോ കൊലപാതകം? ശ്രീ റെജി ലൂക്കോസ്, അല്ല, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അത് പറഞ്ഞു കഴിഞ്ഞു. CPM-ന് ഈ കൂടാതെ പങ്കില്ല എന്നുള്ളത്. ആ പങ്കില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരു ന്യായീകരണമായിട്ട് വരുന്നത് ശരിയില്ല. പാർട്ടി ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ LDF-ന് ഇതുപോലെ ഏതെങ്കിലും കേസുകളിൽ ഒരു CPM നേതാവ് പ്രതിയാകുമ്പോൾ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് CPM ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, CPM പൊതുവെ അങ്ങനെ കൊലപാതകമായിട്ട് നടക്കാറില്ലല്ലോ. എത്രയോ സഖാക്കളെ, ഞാൻ കണക്ക് പറഞ്ഞല്ലേ, 212 സഖാക്കളെ കണ്ണൂർ, തലശ്ശേരി ജില്ലകളിലും തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലുമായിട്ട് കൊന്നൊടുക്കിയത് ആരാ? അവരൊന്നും മരിക്കുമ്പോൾ ആർക്കും ഒരു വേദനയില്ല. അത് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വേദനയെ കുറച്ച് കണ്ടോണ്ടല്ല. ഇപ്പൊ ഞാൻ ധീരജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ആ 21 വയസ്സുള്ള കുട്ടിയെ കൊന്നതാരാ? ഒരു പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ്. അയാള് ജാമ്യത്തിലിറങ്ങി KPCC സ്വീകരണം കൊടുക്കുന്നു, ജോളയാത്ര പങ്കെടുപ്പിക്കുന്നു. അത് കഴിഞ്ഞുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു കൊലപാതകം എഴുന്നള്ളിച്ചു നടക്കുമ്പോൾ ഇത്തരക്കാരായ കുറ്റവാളികൾ കണ്ട ഏതെങ്കിലും ഒരാളെ ഈ CPM പരിരക്ഷിച്ചെടുത്ത് പറയാൻ പറ്റുമോ? ഈ സമൂഹത്തിന് മുമ്പിലല്ലേ ഇതുപോലെ കൊടുക്രിമിനലിലേക്ക് പൊക്കിക്കൊണ്ട് നടക്കുന്നത്? മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയാളെ ഒളിപ്പിച്ചു വെക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവരെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുകയും ഈ അതിനെ ആരും ന്യായീകരിക്കുന്നില്ല ശ്രീ റെജി ലൂക്കോസ്, ആരും ന്യായീകരിക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഉന്മേഷനാഥനുമാണ് ഞാൻ സ്വാഗതം ചെയ്തു. അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്. അങ്ങനെ ന്യായീകരിക്കുന്നതിന് തെളിവല്ലേ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എല്ലായിടത്തും. അതിലെ ഏറ്റവും ന്യായീകരണം അവരെ ആരെങ്കിലും തള്ളി പറയുന്നുണ്ടോ? അപ്പം എന്താ പറയുക, ഒരു വൺ സൈഡ് ആയിട്ട് ചർച്ചയല്ല, വൺ സൈഡ് ആയിട്ട് നീതീകരണവും അനീതിയും വൺ സൈഡ് ആയിട്ട് കാണുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ CPM പ്രവർത്തകരിൽ ചില ആളുകൾ, CPM മെമ്പർഷിപ്പ് പ്രവർത്തകരായ ചില ആളുകൾ ഇവർ രണ്ടുപേരുടെ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളവരും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതാണ്. പക്ഷെ അത് CPM ഗൂഢാലോചനയാണെന്ന് പറയുമ്പോഴേ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുള്ളൂ. അതിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചവരായിരിക്കും. ആരൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, 3 പേര് കോൺഗ്രസ് പ്രവർത്തകരാണെന്നത് വാർത്ത വന്നതാ. മനോരമ പോലുള്ള മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. അറസ്റ്റിൽ 3 പേര് കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്ന പ്രാദേശികമായ വിഷയം അവിടെ ഉണ്ട്. അതിന്റെ പേരിലാണ് ഈ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയത്. എന്തും നമ്മൾ നിഗമനത്തിലെത്തേണ്ടി വരും. അതൊക്കെയും ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ അതൊക്കെ തള്ളിപ്പോവുകയാണല്ലോ ശ്രീ റെജി ലൂക്കോസ്.